നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്തിനാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഒരു തരത്തിലത് നന്നായിന്ന് ഞാൻ പറയൂ. മഞ്ജുന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പോലീസുകാരെപ്പ നമ്മളെ പിടിക്കുന്ന പേടിച്ച് ജീവിക്കേണ്ട വന്നേനെ. പോലീസിനെ മാത്രമല്ല, ഗിരിയേയും പേടിക്കേണ്ടി വരും. നിങ്ങളൊരു കൊലപാതകം നടത്തി രക്ഷപ്പെടാനും മാത്രം വലിയ ക്രിമിനൽസ് ഒന്നും ആയിട്ടില്ല. എന്തിനാണ് നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? മഞ്ജുവിനെ കാണാൻ. നീ എന്തിനാ അവളെ കാണാൻ പോകുന്നത്? ഇവക്കെന്താ വട്ടായോ? നീ ഇപ്പൊ ആശുപത്രിയിലേക്ക് പോകുന്ന ബുദ്ധിയാണോ മോളെ? എനിക്ക് ആശുപത്രിയിൽ പോയി മഞ്ജു രക്ഷപ്പെട്ടു എന്ന് കാണുന്നതില് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്കിപ്പോ പോയേ പറ്റൂ. കാരണം ഇപ്പോ ഞാൻ ഗിരിയുടെ മുൻപില് അവരുടെ നല്ലൊരു കുടുംബ സുഹൃത്താ. മഞ്ജുവിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർക്ക് എന്നെ കുറിച്ച് സംശയം തോന്നത്തേ ഉള്ളൂ. ഞാൻ വെറുതെ അവിടെ പോയി തല കാണിച്ചിട്ട് വന്നാ എനിക്കിതിൽ ഒരു പങ്കും ഇല്ലെന്ന് അവര് കരുതിക്കോളും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. ഓ, ഇവനെന്താ ഇങ്ങനെയായി പോയേ? എടാ, നീ ഗിരിയെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ? ആ കേസ് ഇപ്പോഴും കോടതിയിലില്ലേ? പോരാത്തതിന് സ്വപ്നയുമായി നീ പ്രേമത്തിലാണെന്നുള്ള കാര്യം ഗിരിക്ക് അറിയുകയും ചെയ്യാം. ഇത്രയൊക്കെ പ്രശ്നങ്ങള് നീ ആ കുടുംബത്തിൽ കാണിച്ചതിന് ശേഷം നീ ഇപ്പൊ ക്ഷേമം അന്വേഷിക്കാൻ ആശുപത്രിയിലേക്ക് കയറി ചെന്നാലേ എല്ലാരും നിന്നെ സംശയിക്കില്ലേ? ഇവൻ പറയുന്നൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട. നീ പോവാൻ നോക്ക്. മഞ്ജു നിന്നെ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞ് ചൂടാക്കാൻ ശ്രമിക്കും. പക്ഷെ നീ ശാന്തത ഒരിക്കലും കൈവിടരുത്. നിന്റെ നാവിൽ നിന്നും അവൾക്ക് ഉപകാരമുള്ള ഒരു വാക്ക് പോലും വീഴരുത്. ഡാ, കണ്ടു പഠിക്കടാ അവളെ. എന്ത് നന്നായിട്ട് അവള് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നേ. നിന്നെ പോലെ എന്തെങ്കിലും എടുത്തുചാട്ടം അവക്കുണ്ടോ? ശരിയാ, അവള് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാറുള്ളത്, ഗിരിയുടെ കാര്യങ്ങൾ ഒഴികെ. പക്ഷെ എന്ത് ചെയ്യാം, ആ ഒരൊറ്റ കാര്യം മതി ഡാഡി അവളെ വെറുക്കാൻ. അതുകൊണ്ട് അവൾ എത്ര ബുദ്ധിമതിയാണെങ്കിലും എന്റെ കീഴിൽ ഒരു ജോലിക്കാരിയായിട്ട് മാത്രമേ അവൾക്ക് നിൽക്കാൻ പറ്റൂ. ഗിരിയുടെ കാര്യത്തിൽ ഗോപാലേട്ട ശാലിനിയെ തള്ളി പറയണമെങ്കിൽ സ്വപ്നയുടെ കാര്യത്തിൽ നിന്നെയും കൈയൊഴിയാം. അതിനെനിക്ക് അവളെ പോലെ ആത്മാർത്ഥ പ്രേമമൊന്നും അല്ല, വേറും ഉടായ്പ മാത്രം. അവളെ നശിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവളെ തിരിഞ്ഞു പോലും നോക്കില്ല. എന്താ നോക്കുന്നേ? ഞാനുള്ള കാര്യ പറഞ്ഞത്. ഇതൊക്കെ നീ ചെയ്താ കൊള്ളാം. പക്ഷെ അവളുടെ വലയെ വീഴാനാണ് നിന്റെ പരിപാടിയെങ്കിൽ പിന്നെ ആര് വിചാരിച്ചാലും നിന്നെയോ ഈ കുടുംബത്തെയോ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.
ഡിസ്ചാർജ് ആയോ? അപ്പോ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അല്ലേ? ഗിരിയെ വിളിച്ചു ചോദിച്ചപ്പോഴാ അയ്യപ്പൻ അവരൊക്കെ വിചാരിച്ച ആളല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. നിനക്ക് വേണ്ടി ഗുണ്ടകളോട് തല്ലാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഏതോ വഴിപോക്കനൊന്നും ആവാൻ സാധ്യതയില്ല. നീയും ആ ചെക്കനും കൂടെ ആ വീട്ടിൽ എന്തായിരുന്നു പരിപാടി എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ പാവം ഗിരി നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുക. സാരമില്ല, സമയമെടുത്ത് ഞാൻ ആ വിശ്വാസം തകർത്തോളാം. നിനക്ക് എത്ര പണി കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ? ഓരോ നുണകൾ പറഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഗിരിയേട്ടനെ എന്നിൽ നിന്നും തെറ്റിപ്പിക്കാൻ ശ്രമിക്കുവാണല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നറിഞ്ഞിട്ടും അത് തന്നെ ചെയ്യുന്ന നിന്നെയൊക്കെ എന്ത് വിളിക്കണം? ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ നിന്റെ ഈ ഭ്രാന്ത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഗിരിയേട്ടൻ നിന്നെ തല്ലും. അപ്പോഴെങ്കിലും നീ ഒരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പാഠം പഠിച്ചോളാം. ആദ്യം നിന്നെ ആക്രമിച്ച കള്ളന്മാരെ കണ്ടുപിടിച്ച് പാഠം പഠിപ്പിക്കാൻ പറ നിന്റെ ഗിരിയേട്ടനോട്. മുകുന്ദന്റെ വീട്ടിൽ വെച്ച് എന്നെ ആക്രമിച്ചത് കള്ളന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അപ്പൊ ഞാനത് പറഞ്ഞെങ്കിൽ ഗിരിയേട്ടൻ അതിന്റെ പുറകെ നടന്ന് അടിപിടി ഉണ്ടാക്കും. എനിക്കതിൽ താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ സംഭവത്തിന് പിറകിൽ നീയോ നിന്റെ കുടുംബമോ ആണ്. ഞാൻ പലതവണ നിനക്ക് താക്കീത് നൽകിയിട്ടും നീ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നടക്കുന്നതെങ്കിൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഓ, നീ പ്രതികരിക്കോ? നീ എന്ത് ചെയ്യാനാ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. പ്രതികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ചില കൈമരുന്ന് പ്രയോഗങ്ങളാ. കുറച്ചു നേരത്തേക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും, പിന്നെ നോർമലായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും. പക്ഷേ വേദന ദിവസങ്ങളോളം ഉണ്ടാവും.